ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് കോട്ടയം അച്ചായൻ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റും കപ്പ വെച്ചതും കഴിക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനല്ല ഷെഫ്, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ബാക്ക് ടു മേക്കിംഗ് വീഡിയോ. ഇത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കാണ്. ഇത് 2 കിലോഗ്രാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 കിലോ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തൊലികളിൽ നിന്ന് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ ഇനി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഒരു മുഴുത്ത തക്കാളി, 3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി 2 ബോൾസ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. അത് ഞങ്ങൾ ഇടിയൻ്റെ അകത്താണ് ഇടിച്ചെടുക്കുന്നത്. കല്ലിനകത്ത് അരയ്ക്കുന്നതിന് പ്രത്യേക സ്വാദാണ്. സോ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറും. ഇതുപോലെ തൊലി ഉൾപ്പെടെയാണ് ഇടിച്ചെടുത്തിരിക്കുന്നത് വെളുത്തുള്ളി. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. തക്കാളിയുടെ കൂടെ തന്നെ നമുക്ക് സവാള അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ വെച്ചു. പ്രിപ്പറേഷൻ ഫുള്ളിന് ഇച്ചാനാണ് കേട്ടോ. പുള്ളി അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുവാണ്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ കുറച്ച് പച്ചമുളക്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴണ്ടോട്ടെ. മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മളൊരു 1/4 കിലോളം ചെറുള്ളിയാണ് കീറി വെച്ചിരിക്കുന്നത്. ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അന്നേരം നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമുക്കതൊന്ന് മൂടി വെച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ലതായിട്ടിത് വഴണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സവാളയാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇതൊരു 3 എണ്ണമാണ് കേട്ടോ നമ്മളെടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ വഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മളത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. എന്നാലും ഇവിടെ നന്നായിട്ട് അതിന് അലിഞ്ഞ് ചേരുള്ളൂ. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മസാല, നമ്മുടെ മീറ്റ് മസാല, 2 സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഈ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മിക്സറെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്കിൻ്റെ മീറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീറ്റും മസാലയും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിന് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഓൾറെഡി നമ്മളിതിൽ മീറ്റ് വേവിച്ചതാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. മീറ്റ് നന്നായിട്ട് വെന്ത് വരുന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വെള്ളം വറ്റിയിട്ട് നല്ല റോസ്റ്റ് ആക്കി എടുക്കണം. റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടത്. സോ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഏറ്റവും ടേസ്റ്റ് മേക്കറായ കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോർക്ക് റെഡി ആയിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പ വെച്ചതും റെഡി ആയിട്ടുണ്ട്, പോർക്കും റെഡി ആയിട്ടുണ്ട്. കപ്പയും പോർക്കും സൂപ്പർ കോംബോ, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ബൈ.